ഹായ് ഗായ്സ്, ഇന്നത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബാത്ത് പൗഡർ പ്രിപ്പറേഷനാണ് കേട്ടോ. ബോഡിക്ക് മാത്രമല്ല നമ്മുടെ ഫേസിലേക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അത്രയും സൂപ്പർ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ബാത്ത് പൗഡർ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ബാത്ത് പൗഡറിന് വേണ്ടിയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻറ്റ്, മെയിൻ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി. ഈ ഒരു 3 കാര്യങ്ങളും നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ഓരോ രീതിക്കും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഉരുളക്കിഴങ്ങ് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് സ്കിന്നിനെ ബ്ലീച്ച് ചെയ്ത് നമ്മുടെ സ്കിന്നിലത്തെ പാടൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ഔട്ട് ആക്കി കൊണ്ടുവരും. അതുപോലെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് സ്കിന്നിൽ ലൈറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തക്കാളി നോക്കുവാണെങ്കിൽ പിമ്പിൾസ് റെഡ്യൂസ് ആവാനും അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ മാർക്സ്, പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിൽ ലൈറ്റൈൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പൗഡർ നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളോട് ആദ്യം നന്നായിട്ട് കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു മിക്സി ബൗളിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മഷി പോലെ അങ്ങ് അരച്ച് കൊണ്ടുവരണം. ആരും ഒരു തുള്ളി വെള്ളം ചേർത്ത് പോകരുത്. വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ആ ഒരു തക്കാളിയുടെ നീര് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കൂട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. വെള്ളം ചേർക്കരുത്, ഞാൻ വീണ്ടും വീണ്ടും പറയണം കേട്ടോ. നമ്മൾ എടുക്കുന്ന ഏതൊരു കാര്യങ്ങളും വെള്ളം ഇല്ലാതിരിക്കാനായിട്ട് നോക്കുക. എന്നാൽ നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ജ്യൂസിനകത്തേക്ക് നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് റൈസ് പൗഡറാണ്. റൈസ് പൗഡർ നിങ്ങൾ വീട്ടിൽ നമ്മുടെ പച്ചരി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുത്തതാണെങ്കിലും അത്രയും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുന്ന നല്ല റൈസ് പൗഡർ മേടിച്ചിട്ട് അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് റീസെൻ്റ്ലി കിട്ടുന്ന തരിതരിയായിട്ടുള്ള പൗഡേഴ്സൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പുട്ടുണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് തരിതരിയായിട്ടുള്ള പുട്ടിൻ്റെ പൗഡറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആ ഒരു പൗഡർ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ജ്യൂസ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തിട്ട് അത് നന്നായിട്ട് ആ ഒരു മാവ് നന്നായിട്ട് കുടിച്ച് നല്ല രീതിക്ക് സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ നോർമലി നല്ല ഫൈൻ ആയിട്ടുള്ള റൈസ് പൗഡർ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി ചെയ്യാം കേട്ടോ. ഒന്നിച്ച് അങ്ങ് ഈ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കാതെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന മെത്തേഡിൽ അല്പമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മളത് അങ്ങ് അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ടൊക്കെ നല്ല രീതിക്ക് സെറ്റായിട്ട് വരും. സെറ്റായതിനു ശേഷം നമ്മളിത് ഒന്ന് വെയിലത്ത് വെച്ച് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്ന് ചൂടാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ബാത്ത് പൗഡർ മേക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അങ്ങനെയല്ല, നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് വറ്റിച്ചെടുത്തിട്ട് അതിന് നമ്മൾ ഓഫ് ചെയ്തിട്ട് അതിനകത്താണ് ഈ ഒരു പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് ഉണക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു പൗഡർ അതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിന്നീട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ചെയ്യുന്നത്. ആ ഒരു പൗഡർ പോലെ നമുക്കിത് ഒത്തിരി നാളത്തേക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5 ദിവസം അത്ര മാത്രമേ ഇത് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. അതും ഫ്രിഡ്ജിൽ തന്നെ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് പറയാൻ കാരണം നമ്മൾ ഈ ഒരു മാവ് ഞാനിപ്പോൾ ഇത് ഗ്യാസ് ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊണ്ടുവരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കുക്കാവട്ടെ. നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് കുക്കായിട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഈ ഒരു റൈസ് പൗഡർ. അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അത് നമുക്ക് ആഴ്ചയിൽ 2 തവണ മാത്രമേ ഫേസിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് ആയിരിക്കും അതുണ്ടാവുക. പക്ഷേ ഈ ഒരു പൗഡർ നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് അല്ല തരുന്നത്. ഇതെങ്ങനെ നമുക്ക് ചെയ്ത് ഫേസിൽ ഇടാന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ചൂടാക്കി ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എൻ്റെ ഫേസിലേക്കും കയ്യിലേക്കും മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഈ ഒരു പൗഡർ എടുക്കുന്നത്. ബാക്കി പൗഡർ നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അത്ര മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മളിത് ഒത്തിരി ചൂടാക്കിയിട്ടില്ല, ചെറിയ രീതിക്കുള്ള ചൂട് മാത്രമാണ്. അതുപോലെ തന്നെ നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് അല്പം പാല് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാല് താല്പര്യമുള്ളവർക്ക് പാല് ചേർത്ത് കൊടുക്കാം. തൈരാണെങ്കിൽ തൈര്. ഇനി ഇത് രണ്ടും ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു പൗഡർ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. നമുക്ക് ഈ ഒരു തരിതരിപ്പി ആയിട്ട് നല്ല സ്ക്രബായിട്ടൊന്നും വരത്തില്ല. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തന്നെ കിട്ടും. ആ ടെക്സ്ചറിൽ തന്നെ കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സി ബൗളിനകത്ത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് നമുക്ക് ബോഡിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ എടുത്ത് നമുക്ക് മിക്സി ബൗളിനകത്തൊന്ന് കറക്കി എടുത്താൽ മതിയാകും. നമുക്ക് അല്പനേരം പാലിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഈ രീതിക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. ഒരു തവണ ഉപയോഗിച്ചപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം റൈസ് പൗഡർ നമുക്ക് അറിയാമല്ലോ, നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാൻ പറ്റിയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെയാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന ആൾക്കാരാണ് ആ 3 ഇൻഗ്രീഡിയൻറ്റും: തക്കാളി, ഉരുളക്കിഴങ്ങ്, കാരറ്റ്. ഓക്കെ, അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ഒരു റൈസ് പൗഡറും പാലൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തന്നെയായിരുന്നു. നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കൊരു റിസൾട്ട് ആണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഉപയോഗിക്കുക. മാക്സിമം ആഴ്ചയിലൊരു 3-4 തവണയെങ്കിലും ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത്രയും നല്ലത് കേട്ടോ. ഒരുപാടിട്ട് ഉരയ്ക്കരുത്. ബോഡിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്രബ് പോലെ ചെയ്യാം. ഫേസിലൊക്കെ ആണെങ്കിൽ ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.